ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചി scookworld. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിതെന്താ ഈ കുക്കിംഗ് ചാനലിൽ കാണിക്കുന്നതെന്നല്ലേ. ഞാനിന്ന് നല്ല പ്രകൃതി രമണീയമായ അരിനെല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. രാവിലെ ഇവിടെ 6:30 മണി ആയതേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു മൂടൽ മഞ്ഞും ഉദിച്ചു വരുന്ന സൂര്യനും കാണാൻ എന്താ ഒരു ഭംഗി. ഇത് കൊല്ലം ജില്ലയിലെ ചവറയിൽ ശാസ്താംകോട്ട റൂട്ടിൽ കുറച്ചൊന്ന് വണ്ടി ഓടിച്ചാൽ പടപ്പനാലെത്തും. അവിടെ നിന്ന് അരിനെല്ലൂർ ബോട്ട് ചെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഗ്രാമത്തിൽ നമുക്കൊരു നൊസ്റ്റാൾജിയൊക്കെ തരുന്ന പോലത്തെ ഒരു ചെറിയ ചായക്കടയും റേഡിയോവും ഒക്കെ എന്താ ഒരു ഭംഗിയല്ലേ കാണാൻ. തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു ഫീല് തരുന്നൊരു കാഴ്ച ഇവിടെ ഉള്ളത്. കണ്ട ഒരു ചേട്ടനിരുന്ന് മീൻ പിടിക്കുന്നു. ഒരു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഗ്രാമങ്ങൾ നഗരങ്ങൾ വഴിമാറുമ്പോൾ നഷ്ടമാകുന്ന ചില ഗ്രാമീണ കാഴ്ചകളുണ്ട്. ലോകത്തിൻ്റെ ഏതറ്റത്തായാലും മലയാളികൾക്ക് പ്രിയം നല്ല നാടൻ പുഴമീനും കറിയും ആ പഴയ ചായക്കടയും പരിപ്പോടയും ഒക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ലേലം മീൻ കൊണ്ടുവന്നിട്ട് ലേലം വിളിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കണ്ടോ, കരിമീനൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? ഇനി ഇവിടെ വെച്ചിട്ടാണ് ലേലം വിളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രൈസിനൊത്ത് നമുക്ക് ഇഷ്ടമുള്ള മീൻ നമുക്ക് മേടിക്കാം. രാവിലെ തന്നെ ഓരോരുത്തരായി മീൻ പിടിച്ചുകൊണ്ട് വള്ളത്തിലിവിടെ കൊണ്ടുവന്ന് അവരവർ പിടിക്കുന്ന പങ്ക് ലേലം വിളിക്കും. ലേലം വിളിച്ച് വിറ്റ് കഴിഞ്ഞാൽ അവർ ഇതേപോലെ ഓരോരുത്തർ പോയിട്ട് പിന്നെ അടുത്ത ആൾ വരും. അങ്ങനെ ഓരോരുത്തരുടെ ട്രിപ്പായിട്ട് ലേലം വിളിക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ ചെറു കൊഞ്ചാണ്, തീരെയും ചെറിയ കൊഞ്ച്. ഇതിപ്പോൾ 300 രൂപയ്ക്ക് അവർ ലേലം വിളിച്ചത്. അപ്പോൾ ഒരാൾ മേടിച്ചിട്ടുണ്ട് ഇത്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മീനുകളാണ് വന്നിട്ടുള്ളത്. ഇത് വേറൊരു വള്ളമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ചൂണ്ടയിട്ടു, പക്ഷേ ചേട്ടനൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാനും മേടിച്ചു കേട്ടോ എൻ്റെ ഒരു പങ്ക് കരിമീനൊക്കെ. ഇവിടെ ലേലം വിളിക്കുകയും ഇതിൻ്റെ കച്ചവടവും എല്ലാം ഓൾ ഇൻ ഓളായിട്ട് നിൽക്കുന്നത് രാജു എന്ന് പറയുന്ന ചേട്ടനാണ്. നല്ല കരിമീൻ സമ്മാനിച്ച അരിനെല്ലൂർക്കാരൻ രാജു ചേട്ടന് വളരെ 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 നന്ദി ഞാൻ പറയുന്നു. ഇതാണ് രാജു ചേട്ടൻ. കണ്ടോ, ഞാൻ മേടിച്ച കരിമീനായത്. ഇത് ഏകദേശം ഒരു 10-22 കരിമീനുണ്ട് കേട്ടോ. ലേലത്തിന് മേടിച്ചതാണ്. നിങ്ങൾക്കും ഇതേപോലെ മേടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കരിമീൻ നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയല്ല, ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കുരുമുളക് ചതച്ചതുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. പച്ചക്കുരുമുളക് എനിക്കതില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി യൂസ് ചെയ്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ മീനിൽ 2 സൈഡിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക, ആ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ. എന്നിട്ടിത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇനി വേണ്ടത് കറിവേപ്പില. കുറച്ച് കൂടുതൽ വേണം കേട്ടോ കറിവേപ്പില. ഞാൻ എത്ര വേണമെന്നൊന്നും പറയുന്നില്ല, നല്ലൊരു എമൗണ്ട് കറിവേപ്പില. ഇനി ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ല രീതിയിൽ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ബീഫ് പൊരിച്ച് പുരട്ടിയ റെസിപ്പി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, അതിലും ഞാൻ ഇതേപോലെ കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പച്ച നിറം നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കറിവേപ്പില നമ്മൾ എണ്ണയിലിടുമ്പോൾ തന്നെ പൊട്ടുമല്ലോ, ആ പൊട്ടുന്ന സൗണ്ട് അങ്ങ് നിൽക്കുമ്പോഴത്തേക്കും അതൊന്ന് ഫ്രൈ ആയി കിട്ടും. അല്ലാതെ കളർ മാറിപ്പോകരുത്. നമുക്ക് ആ പച്ച കളറിന് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 3 മാവല, ഒരു 10 പുളിയില, അതേപോലെ 3 നാരകത്തിൻ്റെ ഇലയും 10 കാന്താരി മുളകും 10 കൊച്ചുള്ളി. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിടാം. ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ മാവലെടുക്കുമ്പോൾ മാവലയുടെ ആ നടുക്കത്തെ നാര് വരരുത് കേട്ടോ, ഇല്ലാതെ അതിനെ ഒന്ന് കീറി വേണം ഇടാനായിട്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നാരകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇലകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊക്കെ തന്നെ അതിൻ്റെതായ ഒരു പുളി രസം, ഒരു പുളി ടേസ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ പുളിയെല്ലാം
ഉരി ഇട്ട് കൊടുക്കാം, കാന്താരിയും ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നാരങ്ങയുടെ നീരാണ് വേണ്ടത്. ഒരു നാരങ്ങ നീര്, നാരങ്ങയുടെ നീര് ജ്യൂസ് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയില്ലേ, ആ കറിവേപ്പിലയും ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയും കൂടെ ഇതിൽ ഒഴിച്ചെടുത്തിട്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, നല്ല രീതിയിൽ അരച്ചെടുത്ത ഒരു പേസ്റ്റാണിത്. ഇതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, ആകെ നാരങ്ങ നീരും അതേപോലെ തന്നെ ആ വെളിച്ചെണ്ണയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിന് മൊത്തം ചേർക്കേണ്ട ഈ മീനിൽ ആവശ്യമുള്ള അത്ര ആ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് മീനിൽ നല്ല രീതിയിൽ തേച്ച് നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ ആ കട്ടിങ്ങിലെല്ലാം ഈ നമ്മൾ തയ്യാറാക്കി അരപ്പ് ഇറങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇതിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും അതേപോലെ ഉള്ളിലോട്ടും ഒക്കെ ഇത് റബ്ബ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ മീനിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വയ്ക്കുക. എന്നാൽ മാത്രമേ ആ എരിവും പുളിയും ഒക്കെ ഈ മീനിലോട്ട് പിടിക്കത്തുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂറായി ഞാൻ വെച്ചിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. വാഴയില വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മീൻ വെച്ച് കൊടുക്കാം. മീൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. കറിവേപ്പില വെച്ച് കൊടുക്കുമ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഞാനിതിലിപ്പോൾ ഒഴിക്കുന്നില്ല, കാരണം ഒരുപാട് വെളിച്ചെണ്ണ ആവില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് പൊതിഞ്ഞു കൊടുക്കാം. പൊതിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വാഴയില, ഇത് ഒരു ചെറിയ ഇല വെച്ച്, ഈ ഇല ഇല്ലെങ്കിൽ മത്തൻ്റെ ഇല യൂസ് ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ ചോറ് പൊതിയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കണം. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മീനിൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞ് നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് കെട്ടുന്നത് വാഴയിലയുടെ വള്ളി വെച്ചിട്ട് തന്നെയാണ് കെട്ടുന്നത്. ഇതില്ലെങ്കിൽ സാധാരണ നൂല് വെച്ചിട്ട് കെട്ടിയാലും മതി. ഇപ്പോൾ ഞാൻ വാഴയില വള്ളി വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം അതിൽ തന്നെ തങ്ങി നിന്നിട്ട് നമുക്ക് അരപ്പും എല്ലാ ടേസ്റ്റും ആ വാഴയില വാടുമ്പോൾ ഉള്ള ടേസ്റ്റും ഒക്കെ കിട്ടും. ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിൽ വേണം നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 8 മുതൽ 10 മിനിറ്റ് വരെയാണ് മൊത്തത്തിലുള്ള കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഒരു സൈഡ് വാഴയില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും മൊത്തത്തിൽ വേകാൻ 10 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇതിന് നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ട്, എന്തായി നമ്മുടെ മീനെന്നുള്ളത്. ഇത് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ പുളിയിലയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ എപ്പോഴും ടേസ്റ്റ്, തണുത്തു പോകരുത്. ചൂടോടെ കഴിക്കുമ്പോൾ വളരെ നമുക്ക് എല്ലാം നമ്മളുടെ ഈ മാവിലയുടെയും പുളിയിലയുടെയൊക്കെ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അതിൻ്റെ പുളി മാത്രം മതി മീനിന്. കണ്ടോ, നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഇരിപ്പുണ്ട്. കണ്ടാൽ നല്ല ഫ്രഷായിട്ട് തന്നെ. ഇതിപ്പോൾ ഹോട്ടലിലൊക്കെ പോയാൽ നമ്മൾ എത്ര രൂപയാണ് ഇതിന് കൊടുക്കേണ്ടി വരുന്നത്. അതേസമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ തനി നാടൻ സ്റ്റൈലിന് നമുക്കിത് വളരെ എളുപ്പത്തിന് തയ്യാറാക്കിയെടുക്കാം. ഇതിന് കരിമീൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അയിലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹമൂറോ അങ്ങനെയുള്ള ഏത് മീനിൽ വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ആച്ചീസ് കുക്ക് വേൾഡിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇത് തയ്യാറാക്കേണ്ട വിധവും ഇൻഗ്രീഡിയൻസും എല്ലാം താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.